ഇന്നലെ പ്രശസ്തമായൊരു കേസിൻ്റെ വിധി വന്നു. ആ വിധിയെ അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ തുടക്കം എവിടുന്നാണ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. കരിമീൻ പൊള്ളിച്ചതുണ്ടാക്കണം എന്നാണ് മണിയേട്ടൻ ആഗ്രഹിച്ചത്. കരിമീൻ ഞങ്ങൾക്ക് ഇവിടെ അമേരിക്കയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പക്ഷേ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ള മീൻ മുഴുവൻ ആളുകൾ വീട്ടിലേക്ക് പൊഞ്ഞുകൊണ്ട് പോവാണ്. ഇലയില് പാട്ടി പൊഞ്ഞുകൊണ്ട്. ഓക്കെ, ബാബുവിന് എന്താണ് പറയാനുള്ളത്? മണിച്ചേട്ടന്റെ കപ്പ നട്ടത് വരെ നീയാണ് പറയുന്നത്. സ്വഭാവം അതാണ്. എന്റെ മേൽനോട്ടത്തിലാണ് എല്ലാം പോകുന്നത്. മീനും ഇപ്പൊ പിന്നെ മുളകൊക്കെ തേച്ചത്. അപ്പൊ ഇപ്പൊ മീൻ പിടിച്ചത് നീ തന്നെയാണോ? അതോ ക്ഷമിക്കണം, മേൽനോട്ടല്ല വായ്നോട്ടത്തിലാണ് പോയിരുന്നത്. ഈ മീൻ പിടിക്കാൻ പോയപ്പോ ഞാനുണ്ടായിരുന്നു. ഈ ആടുകൾ ഇറക്കി കയറി വരുന്ന ഭയങ്കര പ്രശ്നമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് കറുത്ത ഷർട്ടിട്ട് ഒരാളെ കയറി പോകുന്നത് എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. ഇയാളെ എപ്പോഴും എല്ലായിടത്തും പ്രശ്നമാണ്. എല്ലാ ഫ്രെയിമിലും കയറി ഇറങ്ങി പോകുന്ന ഒരാളാണ്. ഒരു വൃത്തിയായിട്ടവരാണ്. ഒരു കറുത്ത ഷർട്ടിട്ട ഒരാള്, പിന്നെ ഒരു ചുരിദാറിട്ടാണ് എപ്പോഴും ഇവിടെ ചുരിദാറിട്ടാണ്. പിന്നെ ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് എല്ലാ ഫ്രെയിമിലും നമ്മൾ അപ്പൊ പിന്നെ മൺചട്ടി ഉണ്ടാക്കാൻ പോകുന്ന മീൻ പിടിക്കാൻ പോയപ്പോൾ ചൂണ്ട വരെ ഉണ്ടാക്കിയത് ഞാനാണ്. വൃത്തികെട്ടെന്ന് പറഞ്ഞത് ശരിയായില്ല. ഈ കറുത്ത ഷർട്ടിട്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. നിങ്ങൾ അത് വരുമ്പോൾ ചാനൽ മാറ്റേണ്ടതാണ്. പിന്നെ ഈ വല ഉണ്ടാക്കി കൊടുത്തതും അല്ലെങ്കിൽ ചൂണ്ട ഉണ്ടാക്കി കൊടുക്കും എല്ലാത്തിനും എന്റെ കൈ വേണമായിരുന്നു. മറ്റൊരു വൃത്തികെട്ടവര് അത് എന്ത് പ്രയാസമായിട്ടാണ് ഈ രണ്ട് വൃത്തികെട്ടവരെയോ ഒരാവശ്യമില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്ന സമയം ഞങ്ങൾ വേസ്റ്റ് ആക്കാറില്ല. ആ സമയം ഞങ്ങൾ പിന്നിൽ മൂത്തം കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഞങ്ങള് ഒരു മഞ്ഞ ഷർട്ടിട്ട് മഞ്ഞ ഷർട്ടിട്ട് ഒരാൾ പോകുമ്പോഴും കറുത്ത ഷർട്ടിട്ട് ഒരാൾ പോകുമ്പോഴും ഞങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞ ഷർട്ടാണ് ഞങ്ങളുടെ ആളാണ്. പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്ത് സലിംകുമാർ പറയുന്നു ഇവരായിട്ട് അങ്ങോട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം. പക്ഷെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത്രയ്ക്ക് വളർന്നിട്ടില്ല അദ്ദേഹം. വളരട്ടെ, എന്നിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാം. അപ്പോൾ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഗ്യാസ് ഞങ്ങളെ കൈകൊണ്ടാണ് അതെവിടെയുണ്ട്? പിന്നെ കുറച്ച് വെള്ളം